CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ മാത്രമാണ്. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നിലവിൽ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 10ാം സീസണിലെ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിലേക്കാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ താരങ്ങളുടെ ട്രാൻസ്ഫർ കൈമാറ്റങ്ങൾ നടത്തുന്ന സമയമാണിപ്പോൾ. കേരള ബ്ലാസ്റ്റേഴ്സ് FCയും ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇപ്പോൾ സജീവമാണ്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ താരങ്ങളെ സ്വന്തമാക്കാൻ ഇപ്പോൾ മറ്റു ക്ലബ്ബുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ജനുവരി ട്രാൻസ്ഫറിന്റെ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാനാണ് മറ്റു ക്ലബ്ബുകളുടെ നീക്കങ്ങൾ. നിലവിൽ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 3 ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ടിയാണ് ട്രാൻസ്ഫർ നീക്കങ്ങൾ നടക്കുന്നത്. ഹോർമിപ്പാം റിവ, വിദ്യാസാഗർ സിംഗ്, ബ്രൈസ് മിറാണ്ട എന്നീ താരങ്ങളെ മറ്റു ടീമുകളിലേക്ക് ട്രാൻസ്ഫർ നീക്കത്തിലൂടെ പറഞ്ഞയക്കുവാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC റെഡിയാണെന്നും അപ്ഡേറ്റിൽ പറയുന്നുണ്ട്. ISLിലെ വമ്പന്മാരായ മുംബൈ സിറ്റി FC ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളാണ് ഹോർമിപാമിനെ സ്വന്തമാക്കാൻ നിലവിൽ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ അവസരങ്ങൾ കുറവായ സാഹചര്യത്തിലാണ് ഈ താരങ്ങളെയൊക്കെ ടീമിൽ നിന്നും വിറ്റയക്കുവാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറായത്. കൂടാതെ ഇവാൻ വുക്കോമാനോവിച്ചിന് കീഴിൽ വിദ്യാസാഗർ സിംഗിനെ പോലെയുള്ള താരങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കാത്തതും ഈ ഒരു ട്രാൻസ്ഫറിന് പ്രധാന കാരണമായി. ഏതായാലും ഈ 3 താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് കൈമാറുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു അപ്ഡേറ്റ് എന്നത് ലൂണയുടെ പകരക്കാരനെ കുറിച്ചാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ലൂണയുടെ പകരക്കാരനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് FC ലൂണക്ക് പകരമായി ടീമിലേക്ക് എത്തിക്കാൻ പോകുന്നത് മറ്റൊരു ഉറുഗ്വൻ താരത്തെ തന്നെയാണ്. കൂടാതെ 22 വയസ്സ് മാത്രം പ്രായം വരുന്ന ഈ ഒരു താരത്തിന്റെ പേര് ടിയാഗോ എന്നാണ്. ഇതുകൂടാതെ ഈ ഒരു താരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC ഓഫറുകൾ സമർപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ചർച്ചകളൊക്കെ തുടങ്ങിയെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ട്രാൻസ്ഫർ മാർക്കറ്റ് സൈറ്റിൽ ടിയാഗോ എന്ന ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ആയി കണക്കാക്കിയിട്ടുള്ളത് 12 കോടിയോളം രൂപയാണ്. കൂടാതെ ഈ ഒരു താരത്തിന്റെ പൊസിഷൻ എന്നത് റൈറ്റ് വിങ് ആണ്. റൈറ്റ് വിങ്ങിൽ മികച്ച പ്രകടനം തന്നെ നടത്താൻ കൽപ്പുണ്ട് ഈ ഒരു താരത്തിന് എന്നും ഈ ഒരു റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ISLിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.